മെറ്റേണിറ്റി ന്യൂ ബോൺ ഫോട്ടോഗ്രാഫർ മിസ്സിസ് മിഥു ശ്രീനിവാസാണ് ഇന്ന് നമ്മളോടൊപ്പം ഇന്റൽ ധ്വനിയിലുള്ളത്. അപ്പം മിഥു നമ്മുടെ ഇന്റൽ ധ്വനിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എന്തൊക്കെയുണ്ട് മിഥു വിശേഷങ്ങളൊക്കെ? നന്നായിരിക്കുന്നു, സുഖമായി പോകുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നോ? വുമൻസ് ഡേ റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോഗ്രാംസിൻ്റെ ഇടയിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഒരു ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാം, നമ്മുടെ പൊതുവേ നമുക്ക് ഈ ലേഡി ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ? നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും പൊതുവെ ആൾക്കാർ ആ ഒരു കരിയറിലേക്ക് നമ്മുടെ പേരൻസ് ഒന്നും വിടത്തില്ല. അപ്പോൾ ഈ ഒരു ലേഡി ഫോട്ടോഗ്രാഫർ എന്ന സ്ഥിതിക്ക് എന്ത് തോന്നുന്നു? പിന്നെ അതിൽ തന്നെ ഒരു സ്പെഷ്യലൈസേഷനും ഉണ്ട്, ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി. അപ്പോൾ എന്ത് തോന്നുന്നു, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്? ലോങ് ക്വസ്റ്റ്യൻ ആണ്, ഷോർട്ടാക്കി ഒന്നോട് പറയണോ? ഒരു ഡിഫറെൻറ്റ് പൊസിഷൻ. ഞാൻ ജേർണലിസത്തിലായിരുന്നു മാസ്റ്റേഴ്സ് ചെയ്തത്. അതിനകത്ത് നെറ്റ് ക്വാളിഫൈ ചെയ്ത് എവിടെയെങ്കിലും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കയറി സ്വസ്ഥമായിട്ട് എല്ലാവർക്കും പറയാൻ കൊള്ളാവുന്ന ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് കോളേജിൽ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലോട്ട് പോവേണ്ടിയതായിരുന്നു. അതായിരുന്നു വീട്ടിലും എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യം. ബട്ട് ദെൻ എനിക്ക് കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈം ടു ടൈം ജോബിൽ ഞാൻ ഫിറ്റാവില്ല എന്നുള്ളൊരു തോന്നലിലാണ് ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. 10 years ആവുന്നു ഫോട്ടോഗ്രാഫി ആ ഒരു ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ദെൻ 7 years ആയിട്ട് എൻ്റെ ഫസ്റ്റ് കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഞാൻ ഈ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി നീഷ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം തുടങ്ങുന്ന സമയത്ത് ഇതൊരു ഫോട്ടോഗ്രാഫിയിൽ തന്നെ വുമൻ സാന്നിധ്യം വളരെ കുറവാണ്. ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും ഇവിടെ ആ സമയത്ത് അത്ര പരിചിതമല്ല കേരളത്തിൽ. അങ്ങനെ ഒരു സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ദെൻ സ്റ്റാർട്ടിങ് നല്ലതായിരുന്നു, ആളുകളുടെ അടുത്ത് നിന്ന് വളരെ നല്ല റെസ്പോൺസസ് തുടക്കത്തിലേക്ക് കിട്ടിയതുകൊണ്ട് പിന്നീട് വളരെ നല്ല രീതിയിൽ ഗ്രോ ആയി പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരേജിന് മുമ്പാണോ മാരേജിന് ശേഷമാണോ കുറച്ചും കൂടെ കരിയർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? മാരേജിന് മുൻപ് ഞാൻ ഈ അസാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ഉണ്ട് ഗവൺമെൻറ്, അതിൽ സ്കിൽ ട്രെയിനറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പൊതുവെ ഒരു ടീച്ചർ ക്വാളിഫിക്കേഷൻ തന്നെയായിരുന്നു. അതെ, നെറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് നല്ലൊരു എതിർപ്പും കിട്ടിയിട്ട് കാണും തീർച്ചയായിട്ടും. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഫോട്ടോഗ്രാഫി സൈഡായിട്ടായിരുന്നു ജസ്റ്റ് ഒരു ട്രൈ ചെയ്യാം, പാഷനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ സൈഡായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആ ടീച്ചിങ് പ്രൊഫഷൻ കംപ്ലീറ്റ്ലി വിട്ട് ഇതാണ് എൻ്റെ പാത്ത്, ഇതാണ് എൻ്റെ കരിയർ, ഇതിലാണ് എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്, ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ എനിക്ക് ഓപ്ഷനുള്ള ഒരു പ്രൊഫഷനാണ് എന്നുള്ളൊരു റിയലൈസേഷൻ വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി ഫോട്ടോഗ്രാഫിയിലോട്ട് തിരിഞ്ഞു. അതൊരു ബിസിനസ്സായി സ്റ്റാർട്ട് ചെയ്തു. അതിപ്പം സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ 7 years ആയിട്ട് ഭയങ്കര സക്സസ്ഫുള്ളി അല്ലേ പോയിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോൾ മോഡൽ തന്നെയാണ്. കാരണം വളരെയധികം റിസ്ക് ആയിട്ടുള്ളൊരു ലൈഫാണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഈ പിള്ളേരുടെ ന്യൂ ബോൺ കുട്ടികളുടെ എടുക്കുമ്പോൾ നമുക്ക് മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ് അല്ലേ. അതായത് ഈ കുട്ടികൾ എപ്പോൾ കരയുമെന്ന് പറയാൻ പറ്റത്തില്ല, എപ്പോൾ ഉറങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല, പലപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയല്ലേ. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത്, ഈ കുട്ടികളെ ഇവർക്കുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്? മരിയ പറഞ്ഞ പോലെ പേഷ്യൻസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ലേബിൾ ഉണ്ടെന്നേ ഉള്ളൂ. ഫോട്ടോഗ്രാഫീനേക്കാളും ഇമ്പോർട്ടൻറ്റ് ന്യൂ ബോൺ സേഫ്റ്റി ആണ് നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരു പ്രൊസീജിയറിൽ. ആൻഡ് ഒരു ന്യൂ ബോൺ ഫോട്ടോഗ്രാഫർക്ക് വേണ്ടുന്ന ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാളിറ്റി ഓഫ് കോഴ്സ് പേഷ്യൻസ് ആണ്. പറഞ്ഞ പോലെ നമ്മൾ എത്ര ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ല. ആൻഡ് ബേബിക്കാണ് അവിടെ പ്രയോറിറ്റി ഫോട്ടോ കിട്ടുക എന്നുള്ളതിനേക്കാൾ. സോ അതൊരു കാര്യം. ആൻഡ് തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ഇവിടെ അത്ര പരിചയമുള്ളൊരു കാറ്റഗറി അല്ല. ഇവിടെ കുറേ മിത്സ് ആൻഡ് ബിലീവ്സ് ഉണ്ട് ബേബി റിലേറ്റ് ചെയ്തിട്ട്. ഫോട്ടോ എടുക്കാൻ പാടില്ല, ലൈറ്റ് അതെ. അപ്പം അങ്ങനെ കുറേ ബിലീവ്സ് അതങ്ങനെയല്ല. ഇത് ഈ മൊമെന്റ്സ് നമുക്ക് പിന്നീട് കിട്ടില്ല, ഇത് മെമ്മറൈസ് ചെയ്യേണ്ടതാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആളുകളിലോട്ട് എത്തിക്കലായിരുന്നു ഫസ്റ്റത്തെ ഒരു ഒരു കടമ്പ ആളുകളെ അത് എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളത്. ഇത് നമ്മൾ മാത്രമാണ് ഇങ്ങനത്തെ കുറച്ച് ഈ ബിലീഫ്സിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയിട്ട് നമുക്ക് നമ്മുടെ നല്ല ഒരു ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്മറീസാണ് നമ്മൾ ലൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആളുകളെ മനസ്സിലാക്കലായിരുന്നു ഫസ്റ്റത്തെ ടാസ്ക്. ബട്ട് ദെൻ പിന്നീട് ഓഫ് കോഴ്സ് എക്സ്പീരിയൻസ് ആവും തോറും
നമുക്ക് ഇപ്പം മെറ്റീരിയൽസിൻ്റെ കാര്യമൊക്കെ പ്രോപ്സും മെറ്റീരിയൽസൊക്കെ നമ്മൾ കുട്ടികൾക്ക് അതനുസരിച്ചിട്ടുള്ള കെയർ ഉള്ളത് വേണമല്ലോ നമ്മൾ എടുക്കാൻ. അതെ അതെ. അപ്പം ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും നമ്മളിപ്പോൾ ഈച്ച് ആൻഡ് എവറി ബേബി ഈസ് ഡിഫറെൻറ്റ്. അപ്പം ഒരു ബേബിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോപ്പർ മെറ്റീരിയലോ ആയിരിക്കില്ല, ചിലപ്പം വേറൊരു ബേബിക്ക് ഓക്കെ ആയിരിക്കും. അപ്പം നമ്മളതൊക്കെ നോക്കിയിട്ടായിരിക്കും ഓരോന്നിനുള്ള ഷൂട്ടിനുള്ള ഓരോ മെറ്റീരിയൽസും ചൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും എല്ലാം. ഇങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ ഷൂട്ട് എടുക്കാൻ പോകുമ്പോഴേ ഏറ്റവും ഒത്തിരി സമയം എടുക്കുമല്ലോ, അത്യാവശ്യം ഇപ്പോൾ 4 to 5 hours അല്ല, മേ ബി 1 day വരെ എടുത്തിട്ടില്ലേ? ഇനീഷ്യൽ ടൈമിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു മറക്കാനാവാത്ത എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ ഇൻസിഡൻസോ ഉണ്ടോ? ഉണ്ട്. ഒരിക്കൽ വയനാട് ഓക്കെ, വയനാട് വരെ ഡ്രൈവ് ചെയ്ത് ഞാൻ ഷൂട്ടിനെടുക്കുന്ന സമയത്തൊക്കെ കൂടുതൽ ഡ്രൈവ് ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. എന്നിട്ട് റാപ്പ് ചെയ്യാൻ പോയിട്ട് ബേബി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് റിമൂവ് ചെയ്യുമ്പോഴത്തേനും ബേബി കരയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു ടിൽ 6 PM വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നിട്ടും കരച്ചിലാണ്. ബിക്കോസ് നമ്മൾ അത്രയും ദൂരം പോയിട്ട് നമുക്ക് എടുക്കാതെ പോരുന്നത് എങ്ങനെയാണ്, വെയിറ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് സ്നാപ്സ് കിട്ടുവാണെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. ബട്ട് ദെൻ അത് ശരിയാവില്ലാത്തൊരു അപ്പോൾ പിന്നെ ഓക്കെ, നമുക്ക് ഫോട്ടോ കിട്ടാനേക്കാളും ബേബി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒരു പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ. ഇതൊരു ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു. പക്ഷേ പിന്നീട് ആ ക്ലയൻറ്റ് വീണ്ടും ഷൂട്ടിന് വരികയും നമ്മുടെ അടുത്ത് വന്ന് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതാ സംടൈംസ് അത് സംഭവിക്കും. നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് ബേബി ചിലപ്പം ഭയങ്കര കോളിക് ബിഹേവിയർ ആയിരിക്കും. അപ്പം നമ്മൾ അതനുസരിച്ച് ബിഹേവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കുട്ടികളോട് നമ്മൾ സിങ്കായി പോകണം അല്ലേ? അപ്പോൾ ഒരു അമ്മ മനസ്സും കൂടെയാണ് അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ളവരല്ലേ, നല്ല രസമല്ലേ, ഓമനത്തല്ലേ പിള്ളേർക്ക്. അപ്പോൾ എങ്ങനെയാ എറണാകുളത്ത് തന്നെ സ്റ്റുഡിയോ ഉണ്ടോ? പിന്നെ ബാക്കി? അതെ, എറണാകുളത്ത് കാക്കനാട് ഒരു സ്റ്റുഡിയോ ഉണ്ട്, എക്സ്ക്ലൂസീവ്ലി ഫോർ മെറ്റേണിറ്റി ആൻഡ് ബേബി ഷൂട്ടിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഓൺ പേരിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, മിഥു ശ്രീനിവാസ് ഫോട്ടോഗ്രാഫി. അതല്ലാതെ ഓൾ കേരള ഹോം സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോയി വീട്ടിൽ ചെന്ന് ചെയ്യുന്ന സർവീസ്. വയനാട് വരെയൊക്കെ പോയതല്ലേ? അതെ. അപ്പൊ ഇതുപോലെ വേറെ എന്തെങ്കിലും ലോങ് ടൂർ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ബാംഗ്ലൂരൊക്കെ പോയി ചെയ്യാറുണ്ട്. ഓക്കെ. ഒത്തിരിയധികം സെലിബ്രിറ്റീസിന്റെ കുട്ടികളെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കുട്ടി ആരുടെയാണ്? ബേബീസാണ്. നമുക്കങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ ബേബീസ് സാധാരണ ആളുകളുടെ ബേബീസ് എന്നൊന്നും പറഞ്ഞിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ പറ്റില്ല. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് എവറി ബേബി ഈസ് ഡിഫറെൻറ്റ്. ഓരോ കുഞ്ഞും ലൈക്ക് ഓരോ രീതിയാണ്, ഓരോ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വാലിറ്റീസാണ്. അപ്പം എല്ലാ ഷൂട്ടും സ്പെഷ്യലാണ്. പിന്നെ ഇപ്പം ചില മൊമെൻറ്റ്സ് ഉണ്ട്, ലൈക്ക് ഒരുപാട് വർഷങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്നവർ, 10-15 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്നവർ. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെ നമുക്ക് അവരുടെ ബെസ്റ്റ് മൊമെൻറ്റിൻ്റെ അവരുടെ ലൈഫിലെ കാത്തിരിപ്പിൻ്റെ അങ്ങനത്തെ ഒരു സന്തോഷത്തിൻ്റെ മൊമെൻറ്റിൽ നമുക്ക് പാർട്ടാവാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അത് കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ കുട്ടികളെ പോലെ തന്നെ പുതിയ പേരൻസിനെയും ഒത്തിരി അധികം അവർക്കും കുറേ കൺസേൺസ് ഇല്ലേ? അത് കുട്ടികളെ നമ്മളൊന്ന് എടുക്കുമ്പോൾ അത് എങ്ങനെ എടുക്കണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. എങ്ങനെയൊക്കെ അവരെ ഒന്ന് പൊതിഞ്ഞ് പിടിക്കണം, അവരെ പിടിക്കുന്ന കാര്യത്തിൽ പോലും ഒത്തിരി അധികം കൺസേൺസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇപ്പം പല ന്യൂ പാരൻസും ഇപ്പം ഈ ഓൺലൈൻ മീഡിയ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് എല്ലാത്തിനും സൊല്യൂഷൻസ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് കുറേ ഒട്ടുമിക്ക ആളുകളും ന്യൂ ജനറേഷനിൽ പെട്ട പാരൻസ് വളരെ ഇൻഫോംഡ് ആണ് കാര്യങ്ങളെക്കുറിച്ച്. ബട്ട് ദെൻ ഇപ്പം എനിക്ക് രസകരമായിട്ട് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ഷൂട്ടിന് കൊണ്ടുവരുമ്പം നമ്മൾ ബേബീനെ കാം ആൻഡ് ക്വയറ്റ് ലൈക്ക് ഷൂട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാം, വൈറ്റ് നോയ്സ് വെച്ച് വർക്ക്. അപ്പം നമ്മൾ ഓക്കെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിങ്ങനെ ഓക്കെ ആണോ, എന്താണ് ഈ ശബ്ദം, നമ്മൾ വൈറ്റ് നോയ്സ് പ്ലേ ചെയ്യും ഷൂട്ടിൻ്റെ സമയത്ത് ബേബീനെ കാമാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് ഓക്കെ ഇങ്ങനെ ചെയ്യാമല്ലേ, ഇങ്ങനെ വെച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ആളുകളുണ്ട്.
അത് രസമാണ്. ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും. അതെ. അപ്പം ഏറ്റവും ആദ്യമേ പോയി നമ്മുടെ ന്യൂബോൺ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഏറ്റവും ആദ്യമേ പോയി പോയ കുട്ടീനെ മറക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഇല്ല, എന്റെ സ്വന്തം കുട്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും മറക്കത്തില്ല. അതാവുമ്പോ പിന്നെ കുഴപ്പമില്ല, ഒന്ന് കരഞ്ഞാലും മിണ്ടാതിരിക്കണം പേടിപ്പിക്കാം. ന്യൂ ബോൺ ജസ്റ്റ് 1 വീക്കുള്ള സമയത്ത് ഞാൻ എൻ്റെ മോൻ്റെ ഫോട്ടോസ് എടുത്തായിരുന്നു. അപ്പോൾ ആക്ച്വലി ആ ഫോട്ടോസ് ഞാൻ ഓൺലൈനിൽ ഇട്ടിട്ട് അവിടെ നിന്നാണ് ആളുകളുടെ റെസ്പോൺസ് ഇതെങ്ങനെയാണ് എന്താ. അപ്പോൾ ഓക്കെ, അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു തോട്ട് ക്ലിക്ക് ആവുന്നത് പോലും. ഓക്കെ, ആളുകൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം, ആ ഫോട്ടോസിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം ഓക്കെ, ഇതിനൊരു ഒരു സാധ്യതയുണ്ട്, ന്യൂ ബോൺ ഫോട്ടോഗ്രാഫിക്ക് ഇവിടെ ഒരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യാൻ ആ ഒരു മൊമെൻറ്റിലായിരുന്നു തിങ്ക് ചെയ്തത്. പിന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും പഠിക്കാനും തുടങ്ങിയത്. ദെൻ ഞാൻ ന്യൂ ബോൺ സേഫ്റ്റിയിൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എടുത്തു ഫ്രം ഓസ്ട്രേലിയൻ ഒരു ഓൺലൈൻ അക്കാഡമിയിൽ നിന്ന്. അങ്ങനെയാണ് അത് പ്രൊഫഷണലായിട്ട് ആ ഒരു രീതിയിലോട്ട് വളർന്നത്. ഏറ്റവും ആദ്യം ഉപയോഗിച്ച ക്യാമറ ഏതായിരുന്നു? 6D, Canon 6D. ഓക്കെ, അപ്പം എല്ലാം ഓർത്തിരിപ്പുണ്ട് അല്ലേ? ഇപ്പോഴും കയ്യിലുണ്ടോ? ഇല്ല, മാറി, ഇപ്പം അപ്ഗ്രേഡ് ചെയ്തു. പ്രൊഫഷൻ ആവുമ്പം നമ്മള് ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കണോ അല്ലേ? ഓക്കെ, അപ്പം ഫസ്റ്റ് ഫോട്ടോഷൂട്ട് തുടങ്ങിയത് സ്വന്തം കൊച്ചിൽ നിന്നാണ്, ഇപ്പൊ രണ്ടാമത്തെ കൊച്ചുമായില്ലേ? അപ്പം ഈ ഒരു ന്യൂബോൺ ഫോട്ടോഗ്രാഫി കൂടാതെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും ഉണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ എല്ലാവരും തന്നെ അവയർനെസ് ആണ് ഇങ്ങനെ ഒരു ഫോട്ടോസ് സൂക്ഷിച്ച് വെക്കുക, മെമ്മറിയിൽ വെക്കുക. അതായത് നമ്മൾ നാളെ നോക്കുമ്പോൾ ഇത്രയും നല്ല അടിപൊളി മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരിത്. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫി ആൾക്കാർ ഇതിലോട്ട് പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാരുടെ കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ആളുടെ റെസ്പോൺസ് സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, 7 years ബിഫോർ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നും വീടുകളിൽ ചെന്നിട്ട് ഫോട്ടോ എടുക്കുമ്പം ബാക്കിൽ നിന്ന് ആളുകൾ അങ്ങനെ എടുക്കണു, ഇങ്ങനെ എടുക്കണു, അങ്ങനെ കുഞ്ഞിനെ അങ്ങനെ കിടത്തണം, അങ്ങനെ നമുക്ക് ബാക്കിൽ വിസ്പർ ചെയ്യുന്ന കേൾക്കാം. അങ്ങനെയുള്ളൊരവസ്ഥയെന്ന് ഇപ്പം ഇത്രയും ഒരുപാട് ആളുകൾ നമ്മളെ അന്വേഷിച്ച് എനിക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കണം, അങ്ങനെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഡിഫറൻസ് അതിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ഒരു കൂട്ടം ആളുകളിലോട്ട് ഈ 7 yearsനകത്ത് ഗ്രോ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു കാറ്റഗറി ഓഫ് ഫോട്ടോഗ്രാഫീനെ ഇത്രയും പോപ്പുലറാക്കാൻ, കേരളത്തിൽ ഇത്രയും പോപ്പുലറാക്കാൻ ഒരു വലിയ പാർട്ട് എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി, അതായത് നെറ്റ് ക്വാളിഫൈഡ് ചെയ്ത ഒരു ടീച്ചർ ആവേണ്ട, ഒരു പ്രൊഫസർ ആവേണ്ട ഒരു ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരുന്നത് ഫോട്ടോഗ്രാഫി ആ ഒരു റിസ്ക് എടുത്തു ഇല്ലേ? നല്ലൊരു റിസ്ക് എടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇത്രയും, അതായത് 7 years ആയിട്ട് കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു കരിയർ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇത് ഇന്റൽ മണിക്ക് മാത്രം വേണ്ടിയിട്ടുള്ളൊരു എക്സ്ക്ലൂസീവ്ലി ആയിട്ടുള്ള റേഡിയോ ആണ്. അപ്പം നമുക്ക് സ്ത്രീകൾക്ക്, അതായത് ഇങ്ങനെ റിസ്ക് എടുക്കാൻ, സ്ത്രീ ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടാണ് ഇങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്നത്. അപ്പം എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടുള്ളത്? മരിയ പറഞ്ഞ പോലെ തന്നെ ചലഞ്ചസ് എടുക്കാൻ ഭയന്ന് നിൽക്കാതെ റെഡി ആവുക. ചലഞ്ചസ് ഉണ്ടെങ്കിലേ നമുക്കതിനകത്ത് സക്സസ് ഉള്ളൂ. പേടിച്ച് നമ്മൾ മാറി നിന്നാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല, ഒരു ചേഞ്ച് വരാൻ പോകുന്നില്ല. സോ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ചലഞ്ചസ്. ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, അതായത് ഒരു വളരെ റിസ്കി ആയിട്ട് മാറിയ ഒരാളാണ് അല്ലെ, കരിയർ മാറിയ ഒരാളാണ്. അപ്പം എന്താണെങ്കിലും എതിർപ്പുകളുണ്ടാവും അല്ലേ? ആ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തെന്ന് ആരായിരുന്നു? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഹസ്ബൻഡ് തന്നെയായിരുന്നു. ഓക്കെ. ആക്ച്വലി ഞാനൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ കൂടെ കൂടുതൽ ഫോട്ടോഗ്രാഫി എനിക്ക് എക്യുപ്മെൻറ്റ് എന്താ പറയുക, നേരിട്ട് അത് ഹാൻഡിൽ ചെയ്ത് അതിനെ ഫോട്ടോഗ്രാഫി കൂടുതൽ ലേൺ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഹസ്ബൻഡ് തന്നെയായിരുന്നു. ആൻഡ് ലേൺ ചെയ്യാൻ മാത്രമല്ല, ഇപ്പം ബീയിങ് എ ഫോട്ടോഗ്രാഫർ എന്താ പറയുക, അതൊരു നോർമൽ ജോബല്ല, ടൈം ടു ടൈം ജോബല്ല. അപ്പം ഞാൻ ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഈ ഫാമിലി പ്രൊഫഷനും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് സപ്പോർട്ടില്ലാതെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇന്നത്തെ കാലത്ത്. അപ്പം അത് അത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ആയതുകൊണ്ട് മാത്രമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും പേരൻസ് എങ്ങനെയാണ്, സപ്പോർട്ടാണോ അതോ നീ ടീച്ചർ പ്രൊഫഷൻ വിട്ടതിന് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? ആക്ച്വലി
ദേ ഡോണ്ട് നോ ഇപ്പോഴും കൃത്യമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. പക്ഷെ ഇങ്ങനെ കോൾസ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മിതു അല്ലേ ഫോട്ടോഗ്രാഫർ മിതു അല്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ സന്തോഷമാണ്. അതെ അതെ, അങ്ങനത്തെ ഇപ്പം ഈ മീഡിയാസിലൊക്കെ ഫീച്ചർ ചെയ്യപ്പെടുമ്പോഴും ചാനൽസിലോ പത്രത്തിലോ ഒക്കെ വരുന്ന കാണുമ്പോൾ ഓക്കെ കൊള്ളാലോ, അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ ഇടയ്ക്ക് ചോദിക്കും, എന്തെങ്കിലും ഒരു എന്താ പറയുക, സമയത്തിന് പോയി സമയത്തിന് വരുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു ജോലി വല്ലതും നോക്കിക്കൂടെ ഇപ്പോഴും ചോദിക്കും. അതൊക്കെ ഒരു പേരൻസിന്റെ കൺസേൺ അല്ലേ? പക്ഷെ എന്നാലും അവർക്ക് ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ പേരൻസായിട്ട് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അങ്ങനെ പാരൻസിൻ്റെ കൂടെ ഓക്കെ. ഇപ്പം ഈ അവാർഡ് സെറമണീസിൻ്റെ ഒക്കെ ഫോട്ടോ വീഡിയോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെന്തെങ്കിലും അവാർഡ് റിസീവ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഇട്ട് കാണുമ്പം വേറെ ആളുകൾ കാണിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അച്ഛനമ്മയൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ വേറെ ഇപ്പം പറഞ്ഞ പോലെ വേറെ ആളുകൾ നമ്മളെക്കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് പറയുമ്പോൾ ഓക്കെ എൻ്റെ മകള് ഇത്ര അങ്ങനെയൊക്കെയാണല്ലേ ആൾക്കാരൊക്കെ അറിയുന്നത്, അങ്ങനത്തെ സന്തോഷങ്ങൾ പങ്കിടാറുണ്ട്. അവർക്ക് ഇപ്പം അതിനെക്കുറിച്ച് കുറച്ചും കൂടെ അവയർനെസ് ഉണ്ട്. മാത്രമല്ല ഇപ്പം ലൈക്ക് വേറൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില മാറ്റങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഇപ്പോൾ എന്താ പറയുക, പെൺകുട്ടികൾ ഞാൻ ഈവൻ ജേർണലിസം പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ഞാൻ ആ ജേർണലിസം പഠിക്കാൻ എടുത്ത തീരുമാനത്തെ പോലും എനിക്ക് വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു പഠിച്ചത്. അപ്പം ഞാൻ തൃശ്ശൂർക്കാരിയാണ്, എൻ്റെ നാട് തൃശ്ശൂർ. ഓക്കെ, അപ്പം വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്നത് താല്പര്യം ഉണ്ടായിരുന്നില്ല, ജേർണലിസ്റ്റ് എടുക്കുന്നത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയെന്ന് നൗ അവർക്ക് തന്നെ അറിയാം. ഓക്കെ ഇപ്പം അങ്ങനെ ഒരു ജോബിനും ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഡിഫറൻസ് ഒന്നും ആവശ്യമില്ല. ആരാണ് അവരുടെ ഒരു പ്രോപ്പർ കരിയർ പാത്ത് കണ്ടെത്തുന്നത്, അവരുടെ സ്കില്ലനുസരിച്ച് എന്ത് ജോബും ചെയ്യാം എന്നുള്ള ഒരു തോട്ടൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പാരൻസിനകത്ത് ഇടാൻ പറ്റുന്നുണ്ട്. ലൈക്ക് നമ്മൾ എന്താണെന്നാണല്ലോ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ വലിയ ഒരുപാട് കൂട്ടത്തെ മാറ്റാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ആളുകളെ അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ചേഞ്ച് അവരുടെ ചിന്തകളിൽ വരുത്താൻ കഴിയണമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പം പഠിച്ചപ്പോൾ തൊട്ടൊരു നല്ലൊരു ഡിറ്റർമിനേഷനോട് കൂടി തന്നെ പോയിട്ടാണ് അല്ലെ ഇപ്പൊ നല്ലൊരു സെറ്റായിട്ട് കരിയറൊക്കെ സെറ്റായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ? ഇപ്പൊ ഇപ്പൊ ഒരു വുമൺ ഓൺട്രപ്രണർ ആണല്ലോ, അപ്പോൾ ഒത്തിരി അധികം ആൾക്കാർ എപ്പോഴും ഇല്ലേ ഗൈഡൻസിനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കാറുണ്ട് ഇല്ലേ, അന്വേഷിക്കാറുണ്ട്. അന്നേരം അവർക്കൊക്കെ എന്താണ് പറയുന്നത്, അവർക്ക് ഒരു സപ്പോർട്ടായിട്ട്? തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന എല്ലാ ഇൻഫർമേഷൻസും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഓക്കെ ഞാൻ ഈ 7 years കൊണ്ട് ലേൺ ചെയ്ത കാര്യങ്ങളുണ്ട്. അപ്പം അത് ഇപ്പം അത്ര ഡിഫിക്കൾട്ട് അല്ല. ഇപ്പം വരുന്നൊരു ന്യൂ കമർക്ക് അത്ര ഡിഫിക്കൾട്ട് ഇല്ല. ഇപ്പം ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. പിന്നെ തീർച്ചയായിട്ടും വിളിക്കുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് അറിയാവുന്ന എല്ലാ ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാറുണ്ട്, പറ്റുന്ന അത്രയും സപ്പോർട്ട് ചെയ്യാറുമുണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെ, അപ്പൊ ഈ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫിയിലെ നമ്മൾ പലപ്പോഴും ഓരോ തീമിലല്ലേ എടുക്കുന്നത് അല്ലേ? അപ്പൊ ഈ തീമുകൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പം എങ്ങനെയാണ് ഈ തീമുകൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് പാരൻസിൻ്റെ ഇൻപുട്ട് എടുക്കാറുണ്ട്. അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, എന്ത് കളർ പാലറ്റാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ പ്രീ പ്ലാൻ ചെയ്യൽ, സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ പ്രീ പ്ലാൻ ചെയ്യൽ കുറവാണ്. ഇറ്റ്സ് ലൈക്ക് ഈ ന്യൂ ബോൺ ഷൂട്ട് എനിക്കൊരു ഒരു 4 hours ഷൂട്ട് അല്ലെങ്കിൽ ഒരു 2 hours ഷൂട്ടാണെങ്കിൽ അതൊരു ടൈം ഭയങ്കര ഡിവൈൻ, ഭയങ്കര ഒരു സ്പിരിച്വൽ രീതിയാണ്. നമ്മൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്നവരെ അത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ലൈക്ക് ബേബി എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് അത് സംഭവിക്കുന്നതായതുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ടും ആ ഒരു അല്ലെ അവരെ കണ്ടു കഴിയുമ്പോഴത്തെ നമ്മുടെ മൂഡ് വേറെ ഒരു ഇതാവും അല്ലെ. ഒരു ഫോട്ടോഗ്രാഫർ മാത്രമല്ല, ഒരു ഗായിക കൂടിയാണ് മിതു നമുക്ക് വേണ്ടിയിട്ട് ഇന്റൽ ധ്വനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു സോങ് പാടുന്നതായിരിക്കും. മിതു പ്ലീസ്. സൂര്യനേ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ വേനൽ പൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു
കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു കുനു ചിറകുമായി വരിക ശലഭമേ. അത്ര മതി. അടിപൊളി. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ മാത്രമല്ല, ഒരു അടിപൊളി സിംഗർ കൂടിയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു സിംഗർ പ്ലസ് ഫോട്ടോഗ്രാഫറും കൂടെ ആവട്ടെ. ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫർ, ന്യൂബോൺ ഫോട്ടോഗ്രാഫർ മിഥു മേഡം ആയിരുന്നു. അപ്പോൾ മിഥു ഇനിയും ഒത്തിരിയധികം ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഇനിയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവട്ടെ എന്നിവിടെ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.